വായനാ സംസ്കാരം തലമുറകളിലേക്ക് പകരാൻ അരനൂറ്റാണ്ടായി ജീവിതം സമർപ്പിച്ച അരുവിത്തുറയിലെ ബുക്ക് ഹൗസ് ഉടമ പാല അരുണാപുരം സ്വദേശി ആർ ബാബുവിന് സ്നേഹാദരം. MLA മാണി സി കാപ്പൻ പൊന്നാടി അണിയിച്ചും മൊമന്റോ നൽകിയുമാണ് ബാബുവിനെ ആദരിച്ചത്. സമ്മേളനം മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ വായനാശീലം വളർത്തുന്നതിൽ ആർ ബാബു നൽകിയ സംഭാവന മാതൃകയാണെന്നും തലമുറകളുടെ അറിവിനും വിദ്യാഭ്യാസ പുരോഗതിക്കും ഇദ്ദേഹം നൽകിയ സേവനം വിലമതിക്കാനാകാത്തതാണെന്നും MLA പറഞ്ഞു. കേവലം ഒരു ബുക്ക് കച്ചവടക്കാരനെ ആദരിക്കുകയല്ല, മറിച്ച് അറിവിന്റെ ലോകത്തേക്കുള്ള വായനായനങ്ങൾ തുറന്നുകൊടുത്ത് ഏത് ബുക്ക് ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അവരന്വേഷിച്ചാൽ അത് എവിടെ നിന്നാണ് അത് വരുത്തി കൊടുക്കുന്ന ഒരു സ്വഭാവം കൂടിയുള്ള ഒരു വ്യക്തിത്വമാണ് ബാബു. അരുവിത്തുറയിൽ ഇത് 50ാമത്തെ വർഷമാണ് ഈ ഷോപ്പ് തുടങ്ങിയിട്ട്. നേരത്തെ അൽഫോൺസോ കോളേജിൻ്റെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. രണ്ടും കൂടി ഒന്നിച്ചടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അത് നിർത്തിയെന്നാണ് പറഞ്ഞത്. ഏതൊരു നല്ല നിലയിൽ ആളുകളെ സഹായിക്കാനും സേവിക്കാനും വായനയുടെ ലോകത്തേക്ക് അടുപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നു. ഇന്നിപ്പോൾ വായനയുടെ ലോകത്തുനിന്ന് ജനം അകന്നു പോയിക്കൊണ്ടിരിക്കുക. മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെയുമായി കാലം മാറിക്കൊണ്ടിരിക്കുക. ആ കാലഘട്ടത്തിലും പഴമ നിലനിർത്തിക്കൊണ്ട് പഴയ ആളുകളെയും പുതിയ ആളുകളെയും ഒന്നിച്ച് വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരുന്ന ബാബുവിന് ഒരിക്കൽ കൂടി ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം അധ്യക്ഷത വഹിച്ചു. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ബുക്ക് പോയിട്ട് പത്രം പോലും തുറക്കുന്നില്ല. ഞാനാണെങ്കിൽ ഒരു ബുക്ക് വായിച്ചിട്ട് കുറേ നാളുകളായി. ബുക്ക് വായിക്കണം എന്ന് പറഞ്ഞ് വാങ്ങി അത് മുനിസിപ്പാലിറ്റി കൊണ്ടേ വെച്ചതല്ലാതെ അത് തുറക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ ഇതും ഒരു എക്സ്ക്യൂസ് ആണെന്ന് എനിക്കറിയാം. ഇതിനോട് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നമുക്ക് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് തിരക്കും മാറ്റി വെച്ച് അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തും. ഇവിടെ 50 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാലഘട്ടമല്ല. അതിനകത്ത് ഒത്തിരിയേറെ തടസ്സങ്ങൾ വന്നിരിക്കാം. ഈ ഒരു മേഖലയ്ക്ക് ഉണ്ടായ പല പല തിരിച്ചടികൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് കൊമേഴ്സ് ഒക്കെ വരുമ്പോൾ പല ബുക്കുകളും ഒത്തിരി വിലക്കുറവിൽ പൈറേറ്റഡ് ആയിട്ട് കോപ്പി കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ബുക്ക് സ്റ്റോറുകൾ അല്ലെങ്കിൽ ലൈബ്രറികളുടെ ഒരു പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ സസ്റ്റനൻസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാം. പക്ഷേ ഈ ഒരു ബുക്ക് സ്റ്റോർ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി പോലും ഒത്തിരി പേര് അവിടെ വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈ അങ്കിള് ചെയ്ത എല്ലാ ഈ സർവീസിന് ഒരുപാട് നന്ദി പറയുന്നു. പാല മുനിസിപ്പാലിറ്റിയുടെ പേരിൽ നിന്ന് നന്ദി പറയുന്നു. വാർഡ് കൗൺസിലർ പ്രിൻസി സണ്ണി സ്വാഗതം ആശംസിച്ചു. അരുണാപുരം സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ എബ്രഹാം ആശംസകൾ അർപ്പിച്ചു. ഈ 23ാം വാർഡില് ഇത്ര അക്ഷയമായൊരു ഖനി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വൈകിപ്പോയതിൻ്റെ ഒരു ദുഃഖം മാത്രം മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ 23ാം വാർഡും ഉൾപ്പെടുന്ന ഈ ഇടവക ദേവാലയത്തിൻ്റെ ഒരു ചുമതലക്കാരൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ബാബു സാറിനെ കാണാനും ഇന്ന് ഈ ദിവസത്തിൽ പങ്കെടുക്കാനും പറ്റുമ്പോൾ എൻ്റെ മനസ്സ് പുറകോട്ട് പോയി. ഈരാറ്റുപേട്ടയ്ക്ക് അടുത്തുള്ള 2-3 ഇടവകളിൽ ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോഴും എൻ്റെ പഠന കാലഘട്ടത്തിലുമൊക്കെ ഞാൻ ഈ ബുക്ക് സ്റ്റാൾ പല പ്രാവശ്യവും സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ ഒരു വിശിഷ്ട വ്യക്തിയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ ഈ അടുത്ത ദിവസങ്ങളിലെ പത്രവാർത്തകളും നമ്മുടെ വാർഡ് മെമ്പറിൻ്റെ ഹസ്ബൻഡ് സണ്ണിയുടെ അറിയിപ്പുമാണ് കാരണമായത്. മറുപടി പ്രസംഗത്തിൽ വായനയെ സ്നേഹിച്ച ജനങ്ങളുടെയും കുടുംബത്തിന്റെയും പിന്തുണയാണ് തന്റെ യാത്രയുടെ കരുത്തെന്നും ആർ ബാബു പറഞ്ഞു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. 18ാം വയസ്സിൽ സഹോദരൻ ആർ മണിയിൽ നിന്ന് അരുവിത്തുറ ബുക്ക് ഹൗസിന്റെ ചുമതല ഏറ്റെടുത്ത ബാബു കഴിഞ്ഞ 50 വർഷമായി പുസ്തക വ്യാപാര രംഗത്ത് സജീവമാണ്. സർക്കാർ ജോലി ലഭിച്ചിട്ടും അത് ഉപേക്ഷിച്ച് പുസ്തകങ്ങളോടൊപ്പം ജീവിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഇന്ന് 50,000-ത്തിലധികം പുസ്തകങ്ങൾ ഒരുക്കിയിരിക്കുന്ന ബുക്ക് ഹൗസ് വിദ്യാർത്ഥികളുടെയും വായനാ പ്രേമികളുടെയും വ്യത്യസ്ത കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി ആവശ്യപ്പെടുന്ന പുസ്തകം കടയിലില്ലെങ്കിൽ പോലും അത് കണ്ടെത്തി എത്തിച്ചു നൽകുന്നതാണ് തന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ബാബു പറയുന്നു. ബൈറ്റ്. ഭാര്യ സരസമ്മയും മകൻ ബിനീഷ് ബാബുവും മരുമകളും ഈ ദൗത്യത്തിൽ അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ നൽകുന്നു. i4u ന്യൂസ് പാല.